ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പാലപ്പവും വെള്ളയപ്പമാണ്. അതിനായിട്ട് 2 ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഒരു 2 മണിക്കൂർ അരി കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കാം. അരി കുതിർന്നതിന് ശേഷമാണ് നമ്മൾ കഴുകുന്നതെങ്കിൽ അരി പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പം തന്നെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ അരിയൊക്കെ 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ 1 കപ്പ് ചോറുകൂടെ എടുത്തിട്ടുണ്ട്. മട്ടയരിയുടെ ചോറാണെങ്കിലും എടുക്കാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പച്ചരി ചോറാണ്. സാധാരണ തലേദിവസം ചോറ് വെക്കുന്നതിന് ബാക്കിയുള്ളത് ആണ് അപ്പത്തിന് അരയ്ക്കാറ്. ഇന്നലെ ഇപ്പം ചപ്പാത്തി ആയിരുന്നുകൊണ്ട് ചോറില്ലായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് പച്ചരി അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്താണിത്. ഞാനിങ്ങനെ ചോറില്ലാത്ത ദിവസങ്ങൾ ഇതുപോലെ പച്ചരി ചോറ് വേവിച്ചെടുത്തിട്ട് അതാണ് ചേർക്കാറ്. അങ്ങനെ ചേർക്കുന്ന ദിവസം അപ്പത്തിന് നല്ല കളറും ഉണ്ടാവാറുണ്ട്, നല്ല മയമുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം. അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള അരിയും ചോറും തേങ്ങയും കൂടെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം, തേങ്ങ ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഊറ്റിയെടുക്കും. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് ഈസ്റ്റാണ്. 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈസ്റ്റൊക്കെ നന്നായിട്ട് അലുത്ത് വന്നിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ച് ഒരു 3-4 മണിക്കൂർ പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ പുളിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വെള്ളയപ്പം പാലപ്പം ചൂടാനുള്ള അപ്പച്ചട്ടി അടുപ്പത്ത് വെക്കാം. ഇപ്പോൾ ചട്ടിയൊക്കെ ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ തൂത്ത് കൊടുക്കാം. മാവ് കോരി ഒഴിക്കും. വെള്ളയപ്പം അടച്ചു വെക്കും. പാലപ്പം ഒന്ന് ചുറ്റിച്ചെടുക്കാം. പാലപ്പം അടച്ചു വെക്കാം. തുറന്ന് നോക്കാം. പാലപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്. ഇനി വെള്ളയപ്പം തുറന്ന് നോക്കാം. വെള്ളയപ്പം ആയിട്ടുണ്ട്, അതും എടുക്കാം.